ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടോ, കടങ്ങൾ വീടാൻ ഇത് ചെയ്താൽ മതി. ഏതു വലിയ കടവും വീടും, അത് ലക്ഷങ്ങളുടെ കടമാകട്ടെ, കോടികളുടെ കടമാകട്ടെ, ജപ്തിയുടെ വക്കിലെത്തിയവരാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു വഴി തുറന്നു കിട്ടാൻ കാരണമാകും. ഇത് അനുഭവമുള്ളതാണ്, പരീക്ഷിച്ചറിഞ്ഞതാണ്, ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അതിവിശിഷ്ടമായ ഈ രാത്രിയിൽ തന്നെ, ഈ പകലിൽ തന്നെ, ഈ ദിനരാത്രങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനൊക്കെ കടം കൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല, എനിക്ക് ഞാൻ കടം കൊടുക്കാനുള്ള ആളിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ലജ്ജിച്ചു പോയ ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ ഞാൻ ഈ ദിക്ർ ചൊല്ലിയപ്പോഴാണ് എന്റെ കടം വീടാനുള്ള വഴി എനിക്ക് തുറന്നു കിട്ടി എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് നോക്കൂ, നമുക്കുമില്ലേ നാം കടം കൊടുക്കാൻ വീട്ടാനുള്ളവരുടെ മുഖത്ത് നോക്കാൻ ലജ്ജയുള്ളവര്, നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ, അവരുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ, അവരുടെ അടുക്കിലേക്ക് പോകാനൊക്കെ മടിച്ചു നിൽക്കുന്നവരാണ്. കാരണം അവർ കടം ചോദിക്കുമോ എന്ന് കരുതിയിട്ട്. അങ്ങനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീടാനുള്ള നല്ല വഴിയാണ് ഇത്. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അതിവിശിഷ്ടമായ ഇതിന്റെ രാത്രങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നുതരും. അത് എത്ര വലിയ കടങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്നത് നിങ്ങൾ കൃത്യമായി ചെയ്യാൻ തയ്യാറുണ്ടോ? 4 ദിക്റുകൾ, 4 അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ഈ 4ഉം നിങ്ങൾ ചെയ്തു നോക്കൂ. ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ആ കടം വീടാനുള്ള വഴി സാധ്യമാകുമെന്നുള്ളത് തീർച്ചയാണ്. ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കടങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും കടബാധ്യതയുള്ളവരാണ്. അൽഹംദുലില്ലാ. കടമില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് എഴുതി അറിയിക്കുക. കടമുള്ളവര് മടിയില്ലെങ്കിൽ അത് എഴുതി അറിയിക്കുക. 60 ലക്ഷം കടമുള്ളവര്, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. 60 ലക്ഷം കടമുള്ളവര്, 70 ലക്ഷം കടമുള്ളവര്, കോടിക്കണക്കിന് കടങ്ങളിൽപ്പെട്ടവരുണ്ട്. അത് ചതിയിൽപ്പെട്ടത്, വഞ്ചനയിൽപ്പെട്ടതൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്രയാണ് കടങ്ങൾ ഉള്ളത് എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കുക. അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാണുമ്പോൾ മറ്റുള്ളവർ ദുആ ചെയ്യും. പരിശുദ്ധമായ റമളാൻ മാസത്തിലല്ലേ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. അപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കടബാധ്യതയില്ലാത്തവര് ആരും ഉണ്ടാകൂല. ഉള്ളവർ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞു, എഴുതി അറിയിക്കുക. അധികം ആളുകൾക്കും കടമുണ്ട്. അത് നമ്മൾ ദൂർത്തടിച്ചു വന്ന കടങ്ങളൊന്നുമല്ല അധികവും. അത് നമ്മൾ അനിവാര്യമായ ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ അത് കടം അങ്ങനെ വന്നു കൂടി, അത് കുടിശ്ശികയായി, അതങ്ങനെ പലിശയായി, അങ്ങനെ വന്ന് പിന്നെ നമുക്ക് തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ കടങ്ങളായി. നിങ്ങൾ മനസ്സിലാക്കുക, ആത്മാർത്ഥമായി ഇത് ചെയ്താൽ കടം വീടും എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള അമലാണ് പറയുന്നത്. ഈ റമളാൻ മാസത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ചെയ്യും. ഇതിലെ നമ്മൾ പറയുന്ന 4 ദുആകൾ, ദിക്റുകളുണ്ട്. ഈ 4ഉം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ 3 ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. കടം വീട്ടാനുള്ള ഒരു വഴി അല്ലാഹു തുറന്നു തരുന്നുള്ളത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹു കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരട്ടെ. നമുക്ക് അനുഭവം ഉണ്ടെന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ മജ്ലിസിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് നടക്കാനുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഒരിക്കലും അതിനുള്ള വഴി തുറന്നിട്ടൊന്നും അവരറിയൂല, അവർക്ക് പ്രതീക്ഷയില്ല. അങ്ങനെയാണ് അമല് ചെയ്യുകയും അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അത് തുറന്നിട്ടും ചെയ്തു. വേറൊരു കുടുംബം, അവര് നമ്മൾ 12,000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് ബാങ്കിലാണ് ലോൺ ഉണ്ട്, ഭയങ്കര ലോണ്. അത് വീട്ടുന്നത് തന്നെ പലിശയിലേക്കാണ് വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വീട്ടാനുള്ള ഒരു വഴിയും അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. കാരണം അനാഥയായിട്ട് ആരെയും ആശ്രയം ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ അവരെന്നോട് ഉസ്താദ് ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവര് ജോലി ചെയ്യുന്ന ആ വീട്ടിലുള്ള ഒരു ആള് അന്ന് തന്നെ പറയുകയും അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രൊസീജ് ചെയ്യുകയും ആ കടം മുഴുവൻ ബാങ്കിലുള്ള മുഴുവൻ വീട്ടിൽ കൊടുക്കുകയും ചെയ്തത് അവര് കണ്ണീരോടുകൂടെ, സന്തോഷത്താലുള്ള കണ്ണീരോടുകൂടെ അവര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്രമേൽ കടങ്ങൾ വീടാനുള്ള ഒരു വഴി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരാൻ
നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിക്കാൻ ഈ അമല് കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. എന്താ കാരണം എന്ന് വെച്ചാല്, ഇത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തത്തുല്യമായ ഈ പ്രശ്നത്തിൽ കടങ്ങളുണ്ട് എന്ന് സ്വഹാബാക്കൾ വന്ന് പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് നിന്റെ കടം വീടാൻ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് സ്വഹാബാക്കൾ അത് ചെയ്യുകയും അവരുടെ കടം വീടിയ അനുഭവമുള്ള വളരെ സവിശേഷമായ അമലാണ്. അതുകൊണ്ട് തന്നെ ചെയ്താൽ തീർച്ചയായും ഉറപ്പ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? കോടിക്കണക്കിന് കടങ്ങളുള്ളവരാണെങ്കിലും വീടും എന്നുള്ളത് ഉറപ്പാണ്. ചതിയിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ടിട്ടൊക്കെ കടത്തിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അതേപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് ഒക്കെ കടങ്ങളിൽ പെട്ടവര് വെറുതെ ദൂർത്തടിച്ചിട്ടല്ല. സ്വന്തം മകള് 3 മക്കള് 4 മക്കള് പെൺമക്കളായി പോയി. എല്ലാവർക്കും ഒരേപോലെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ അതിൽ വന്ന കടബാധ്യതയിലകപ്പെട്ട മാതാപിതാക്കള് അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ. വീട് നിർമ്മാണം അനിവാര്യമാണ്, നല്ലൊരു വീടുണ്ടായിരിക്കുക എന്നുള്ളത്. ആ വീട് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ അതുമായി ബന്ധപ്പെട്ട് കടം വന്ന ആളുകൾ സ്വർണം, ഗോൾഡ് ഇതൊക്കെ പണയം വെച്ചതിന്റെ പേരില് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടല്, അതും യഥാർത്ഥത്തിലെ കടബാധ്യതയാണല്ലേ. നമുക്ക് കിട്ടേണ്ട ഒരു കാശ്, ഒരു ഗോൾഡ്, അത് കിട്ടാതിരിക്കുക എന്നുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അവർ തരാന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ്. ഞാൻ 3 മാസം കഴിഞ്ഞ് എടുത്തു തരാം, 4 മാസം കഴിഞ്ഞ് എടുത്തു തരാന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, അത് തിരിച്ചു തരാത്ത എത്രയോ ആളുകളുണ്ട്. ആ കാരണം കൊണ്ട് ബന്ധം തകർന്നവരുണ്ട്. ബന്ധം തകർന്നവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളിലുള്ളവർ തന്നെ ഗോൾഡും മറ്റുമൊക്കെ പണയം വെച്ചതിന്റെ പേരില്, ക്യാഷ് ചോദിച്ചതിന്റെ പേരില്, കടം വാങ്ങിച്ചതിന്റെ പേരില് ആ ബന്ധം തന്നെ തകർന്നു പോയി. പിന്നെ തെറി പറയുന്നു, പിന്നെ ബന്ധമില്ലാതെയാകുന്നു, അസഭ്യം പറയുന്നു. ഇങ്ങനെ കടബാധ്യത കൊണ്ട് വലഞ്ഞ എത്രയോ ആളുകള്. അതേപോലെ തന്നെ ഓൺലൈൻ ട്രേഡുകളിലും ഷെയർ മാർക്കറ്റുകളിലും ബിസിനസ്സുകളിലും ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചുകൊണ്ടായിട്ട് തട്ടിപ്പ് നടത്തിയ ആളുകള്, അങ്ങനെ ചതിയിൽപ്പെട്ടവർ. ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ടുവല്ലേ, പകുതി വിലക്ക് വാഹനം നൽകാന്ന് പറഞ്ഞിട്ട് പകുതി ക്യാഷ് വാങ്ങിച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയത്. അതേപോലെ തന്നെ ഓൺലൈൻ ട്രേഡുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവര് നമ്മൾ പ്രയാസം കൊണ്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും അവർ ഇത്ര പേ ഔട്ട് നൽകാന്ന് പറഞ്ഞു. അങ്ങനെ ആ പേ ഔട്ട് നൽകാന്ന് പറഞ്ഞിട്ട് അത് നൽകാതെ ആ പൈസയുമായിട്ട്, ആ ക്യാഷുമായിട്ട്, കോടിക്കണക്കിന് ക്യാഷുമായിട്ട് വിദേശത്തേക്ക് മുങ്ങിപ്പോയവര്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മള് കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോ അതിനൊരു തുമ്പില്ലാണ്ടായി പോകുന്നത് ഈ ജ്വല്ലറികളിലും മറ്റുമൊക്കെ കൊടുത്ത ആളുകള്, അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സംരംഭങ്ങളിൽ കൊടുത്ത ആളുകള്, ജപ്തിയുടെ വക്കിലെത്തിയവര്, ഇങ്ങനെ 60-70 ലക്ഷം, 1 കോടി 2 കോടിയൊക്കെ കടമുള്ളവര്. കാസർഗോഡ് നിന്നൊരു ചെറുപ്പക്കാരെ ഇവിടെ വന്നിരുന്നു. വല്ലാത്തൊരവസ്ഥ അവരുടേത്. അവർക്കുള്ള കടത്തിന്റെ ബാധ്യത കേട്ടാൽ ഞെട്ടിപ്പോകും. കോടിക്കണക്കിനാണ് അവരുടെ കടം. അപ്പൊ ആ കടം വീട്ടാൻ വേറെ മാർഗമില്ല. ട്രേഡിൽ പെട്ടതാണ്. ഓൺലൈൻ ട്രേഡ് ഉണ്ടല്ലോ, ഞാൻ ആ ട്രേഡുകളുടെ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് ഞാൻ തന്നെ ആ ട്രേഡുകളുടെ പേരുകളൊക്കെ പഠിച്ചു. ഓൺലൈൻ ട്രേഡുകളുടെ ആ ട്രേഡുകളിലൊക്കെ പെട്ട് ചതിയിൽപ്പെട്ട് ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒക്കെ ചതിയന്മാർ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മളൊരു ക്യാഷ്, ഇപ്പൊ അവര് പറയുന്നത് ലാഭമൊന്നും വേണ്ട, ആ കിട്ടിയ ക്യാഷ് കിട്ടിയാൽ മതി എന്നാ പറയുന്നത്. കൊടുത്ത ക്യാഷ് കിട്ടിയാൽ മതി എന്നാ പറയുന്നത്. ലാഭത്തിന് വേണ്ടി കൊടുത്താണ്. ആ ക്യാഷ് എങ്ങാനെടുത്ത് വല്ല ഗോൾഡോ കോയിനോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പെരട്ടിയായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരുണ്ട്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന്, കാസർഗോഡുള്ള ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞത്, എനിക്ക് കോടിക്കണക്കിന് കടമുണ്ട്, ഈ കടം വീട്ടാൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ല, ഇനിയും ട്രേഡ് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുമ്പിലില്ല. അങ്ങനെ ഞാൻ വീണ്ടും 10 ലക്ഷം ലോൺ എടുക്കാൻ വേണ്ടി പോവാണ്. ആ 10 ലക്ഷം ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇനിയും ട്രേഡ് ചെയ്യുന്നത്. അതിൽ ചതിയും വഞ്ചനയും പെടാതെ എനിക്ക് ഈ കോടിക്കണക്കിന് കടം വീട്ടണം. അതിനുവേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മളത് പറഞ്ഞപ്പോൾ അവരോട് മറ്റൊരു സൊല്യൂഷനാണ് പറഞ്ഞു കൊടുത്തത്. അവർ ചെയ്യേണ്ട റൂട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എത്ര വലിയ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ടെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ വിശദീകരണങ്ങളിലുള്ള ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല. അങ്ങനെ കടബാധ്യതയിൽപ്പെട്ട ആളുകൾക്ക് കടം വീട്ടാനുള്ള നല്ല വഴി തുറന്നു കിട്ടാൻ
നല്ലൊരു മാർഗം. ഇതിപ്പോ നമ്മൾ അവിടെ പോയിട്ട് അവരുടെ അടുക്കൽ പോയിട്ട് അടിയുണ്ടാക്കി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഇനി നമുക്ക് കിട്ടാനുള്ള ക്യാഷ് ഒരാളൊക്കെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്താലോ അതങ്ങനെ നീണ്ടുപോകുന്നല്ലാതെ കിട്ടൂല. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ കടം കൊടുത്ത, നമ്മൾ ഗോൾഡ് കൊടുത്തയാള് ആ ആളുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു കിട്ടാൻ. ഇതാണ് ചില ആളുകൾ പ്രയാസപ്പെടുന്നത്. നമ്മൾ ക്യാഷ് ഒരു സുപ്രഭാതത്തിൽ ചോദിച്ചപ്പോൾ നമ്മുടെ സുഹൃത്താണെന്നുള്ള അർത്ഥത്തില്, കുടുംബമാണെന്നുള്ള അർത്ഥത്തിൽ, അളിയനാണെന്നുള്ള അർത്ഥത്തില്, സഹോദരനാണെന്ന അർത്ഥത്തിൽ കൊടുത്തതിനു ശേഷം പിന്നെ തിരിച്ചു തരുന്നില്ല. അവന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം അതുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ, നമ്മൾ കൊടുത്ത ക്യാഷ് ചോദിക്കുമ്പോൾ റീപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അത് പിന്നെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുന്നു, കോൾ എടുക്കാതിരിക്കുന്നു, അങ്ങനെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നു. അപ്പൊ അവരുടെ അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കേസുമായി പോയിട്ടൊരു കാര്യമില്ല, അതിങ്ങനെ നീണ്ടുപോകും. അത് അവരുടെ മനസ്സിലങ്ങ് തോന്നണം, ഇത് എന്റെ മുതലല്ല, ഇത് അന്യന്റെ മുതലാണ്, ഇത് ഹക്കാണ്, അന്യന്റെ ഹക്കാണ്, ഇതെന്റെ കയ്യിലുള്ള കാലത്തോളം എന്റെ കൈവശമുള്ള ഒന്നിനും ബറക്കത്തുണ്ടാകൂല എന്ന് തോന്നിയിട്ട് അവന്റെ മനസ്സിൽ അത് തോന്നിയിട്ട് അവൻ തിരിച്ചു തരാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമേ അത് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മനസ്സ് കിട്ടിയാലോ അതാ നിമിഷം തന്നെ ഇവിടെ എത്തുകയും ചെയ്യും. കാരണം അത് അള്ളാഹുവിനെ പേടിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ജീവിതത്തിലേക്ക് ആര് ക്യാഷ് ഇങ്ങോട്ട് നമുക്ക് തരാനുണ്ടോ അതിനുവേണ്ടി ഈ പറയുന്ന അമൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. നമ്മള് കടബാധ്യത എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് ക്യാഷ് കൊടുക്കാൻ, കടം കൊടുക്കാനുണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി അത് വേഗം കൊടുത്തു വിട്ടാൻ വേണ്ടി ശ്രമിക്കാം. അത് അവരുടെ മനസ്സ് വേദനിക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. നമുക്കറിയാലോ, നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അവർ മക്കളെ കാണുമ്പോ എനിക്ക് ക്യാഷ് തരാനുണ്ടായിട്ടാണ് മനസ്സിൽ അങ്ങനെ തോന്നിപ്പോകും. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും മറ്റുള്ളവർക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ അത് കൊടുത്തു വീട്ടുക. അത് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ എത്ര ജീവിച്ചാലും അതിനൊരു ബറക്കത്തുണ്ടാകൂല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കടം ാനുള്ള അമലുകൾ പറയുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മളിതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അമല്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ റമളാനിൽ ഒരു തവണയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുമെന്ന് തോന്നുന്നു. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. ഇത് കാണാതെ പഠിക്കാം, ഇത് ചൊല്ലുക. എങ്ങനെയാണ്? اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. ഈ ദുആഇന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ദുആ ഏത് ദുആ ആണെന്നറിയണോ? മഹാനരായ ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉൾപ്പെടെ വിശദീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിലുള്ള ദുആ ആണ്. ഈ ദുആ എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദഖല അലയ്യ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മൾ 4 ദുആ പഠിപ്പിക്കുന്നുണ്ട്. അത് വന്നൊരു പശ്ചാത്തലം കൂടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് ആത്മാർത്ഥത കിട്ടും. ഈ കടം വീടിയ അനുഭവം ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആത്മാർത്ഥത അത് ചെയ്യാൻ വേണ്ടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കടങ്ങൾ ഉണ്ടായപ്പോ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിരുന്ന ഒരു ദുആ ആണ് ഈ ദുആ. എന്നിട്ട് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യ ഖലീഫയായ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അത് ചൊല്ലി. മഹാനവറുകൾ പറയുന്നുണ്ട്, വകുന്തു അദ്ഉ ബിദാലിക, ഞാൻ ഈ ദുആഇനെ പതിവാക്കാറുണ്ടായിരുന്നു, ചൊല്ലാറുണ്ടായിരുന്നു. ഫഖളാഹുല്ലാഹു അന്നി, അങ്ങനെ
അള്ളാഹു എന്നെ തൊട്ട് ആ കടം വീട്ടിത്തന്നു എന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാം ഖലീഫ മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു. അപ്പൊ ഈ ദുആ നിങ്ങളിപ്പോ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലിയപ്പോ അവിടുത്തെ കടം വീടി എന്നുള്ള അനുഭവം അവർ പറയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് കടം വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം വീടാനുള്ള വഴികൾ അല്ലാഹു തുറന്നരട്ടെ. ഈ സെയിം ദുആയെ കുറിച്ച് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനലി അസ്മാ ബിൻതു ഉമൈസ്, അവർക്ക് ആ മഹദിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലിലെ ചില കടങ്ങൾ ഉണ്ടായിരുന്നു. അലാ ദീനാരിൻ വസലാസ ദിർഹം, അങ്ങനെ കടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫകാനത് തദ്ഖുലു അലൈഹി, അവര് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിലേക്ക് വരുമ്പോഴെല്ലാം ഫാസ്തഹി അൻ അൻളുറ ഫീ വജ്ഹിഹ, അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അങ്ങേറ്റം ലജ്ജയോടുകൂടി. നമ്മൾ പറയാറില്ലേ, ഓനക്ക് ഞാൻ കടം വീട്ടാനുണ്ടല്ലോ, ഓനെ കാണുമ്പോ തന്നെ എനിക്ക് മടിയാകുന്നു, ലജ്ജയാകുന്നു, എപ്പോ കൊടുക്കാനുള്ളതാണ്. ആ രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നാണിച്ചു പോയി. അൻ അൻളുറ ഫീ വജ്ഹിഹ, അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ച് ലജ്ജയോടുകൂടെ, ലജ്ജയായിരുന്നു നോക്കാൻ, കടം വീടാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫകുന്തു അദ്ഉ ബിദാലിക, ഞാനും ഈ ദുആഇനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ വീടാനുള്ള ഒരു വഴി എനിക്ക് അല്ലാഹു തുറന്നു തന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരത് ചൊല്ലുന്നു, ചൊല്ലിയിട്ട് കടം വീടിയ അനുഭവങ്ങൾ അവർ പറയുന്നു. എന്താ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ നമുക്കും ഇത് ചൊല്ലാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇതാണ് 1ാമത്തെ ദുആ, വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. ഇനി ഇൻഷാ അല്ലാഹ് 2ാമത്തെ നമുക്കൊക്കെ അറിയാവുന്ന ദുആ തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക. ഇത് അനുഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവം പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം പറഞ്ഞു, കടം വീടി എന്നുള്ള അനുഭവം പറഞ്ഞു. 2ാമത്തെ ദുആ നിങ്ങൾ നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ. ഈ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്, കടം വീടാനുള്ളത്. എത്രമേൽ എന്ന് പറഞ്ഞാൽ ഈ ദുആഇന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ എന്ന് പേര് പറയുന്ന ഒരു സ്വഹാബി വര്യനുണ്ടായിരുന്നു. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ദരിദ്രരായിരുന്നു മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ദരിദ്രരായിരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ടെൻഷനാണ്. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷന്, അതേപോലെ തന്നെ കടങ്ങളുള്ള പ്രയാസം. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിനൽ മസ്ജിദ, ഹബീബായ തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഫൈദൻ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അവർ അൻസാറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബി വര്യൻ അവിടെ ഉണ്ടായിരുന്നു. അബൂ ഉമാമയോട് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖത്തി സ്വലാ, നിസ്കാരമല്ലാത്ത സമയങ്ങളിലൊക്കെ പള്ളിയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, എന്തു പറ്റി അബൂ ഉമാമ എന്ന് ചോദിച്ചപ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുമൂമുൻ ലസിമത്നി വദുയൂനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് വലിയ ടെൻഷനാണ്, എനിക്ക് കടങ്ങളെ കൊണ്ട് വലിയ പ്രയാസാണ്, അതുകൊണ്ടാണ് കടങ്ങളെ കൊണ്ട് പൊറുതിയില്ലാതെയായിരിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം, കടങ്ങളെ കൊണ്ട് പൊറുതിയില്ലാതെയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമാ, ഞാൻ നിനക്കൊരു വാക്യം പഠിപ്പിച്ചു തരട്ടെയോ, ഒരു ദുആഇനെ പറഞ്ഞു തരട്ടെയോ. ഇദാ ഖുൽതഹു, നീ അതങ്ങനെ പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ അദ്ഹബല്ലാഹു ഹമ്മക, അല്ലാഹു നിന്റെ ടെൻഷനെ നീക്കി തരുന്നതാണ്. വഖലാ ദൈനക, അല്ലാഹു നിന്റെ കടത്തിനെ വീട്ടി തരുന്നതാണ്. ആരാ പറയുന്നത്? ഹബീബായ തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് പറയുന്നു, നീ കടം കൊണ്ട് ടെൻഷൻ അടിക്കുകയാണോ? കടാണോ നിന്റെ പ്രയാസം? എന്നാ ഞാൻ നിനക്കൊരു ദിക്ർ പഠിപ്പിച്ചരാം, ഒരു ദുആ പഠിപ്പിച്ചരാം, നീ ഇത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു നിന്റെ കടങ്ങൾ വീട്ടി തരുമെന്ന് പറയുന്നു. ബലാ യാ റസൂലല്ലാഹ്, അതെ ഞാനത് ചൊല്ലാമെന്ന് പറയുന്നു. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദുആ ആണിത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിർദുൽ ലത്തീഫിൽ ചൊല്ലാറുണ്ട് എല്ലാ പ്രഭാതത്തിലും.
വറുദുല്ലത്തിൽ ചൊല്ലാറുണ്ട്. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാവുന്നതാണ്. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം പറയുകയാണ്. ഇതാണ് അനുഭവം ഉണ്ട് എന്ന് പറയുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു, ഫഫഅൽതു ദാലിക, ഞാനതങ്ങനെ ചെയ്തു. അതാണ് ഫഫഅൽതു ദാലിക എന്ന് പറഞ്ഞാൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. അല്ലാഹു എന്റെ ടെൻഷൻ നീക്കി തന്നു. അല്ലാഹു എന്റെ കടങ്ങൾ വീട്ടിത്തരുകയും ചെയ്തു. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ചൊല്ലിക്കോ, പതിവാക്കിക്കോ. ആദ്യം പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം, രണ്ടാമത് ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവം, മൂന്നാമത്തേത് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം. മൂന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വന്നത്. അല്ലാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ ചൊല്ലാൻ അറിയുന്ന ദുആ ആണിത്. എന്താണ്? اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تطعيهما تعطيهما من تشاء ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കോ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. എന്താണ് ആ ദുആ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ മുആദ് അലാ ഉഅല്ലിമുക ദുആഅൻ, മുആദേ ഞാനൊരു ദുആഇനെ പഠിപ്പിച്ചു തരട്ടെയോ? തദഉ ബിഹി, നീ അതുകൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ഫലൗ കാന അലൈക മിനദ്ദൈനി മിസ്ലു ജബൽ, പർവ്വത സമാനമായ യമനിലുള്ള ഒരു പർവ്വതത്തിന്റെ പേര് പറഞ്ഞിട്ട് അത്രയും പർവ്വത സമാനമായ കടം നിനക്കുണ്ടെങ്കിലും ആ കടം അദ്ദാഹുല്ലാഹു അൻക, അല്ലാഹു നിങ്ങളെ തൊട്ടത് വീട്ടിത്തരുന്നതാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദുആ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ എത്ര ദുആ പഠിച്ചു? 3 ദുആ കടം വീടാനുള്ള പഠിച്ചു അല്ലേ? 3 ദുആ. ഈ 3 ദുആ വളരെ പ്രധാനപ്പെട്ട ദുആ കടം വീടാനുള്ളത്. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിൽ എത്ര അനുഭവങ്ങളുണ്ട്. ആദ്യത്തെ ദുആയിന് ആയിഷ ബീവിയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം, രണ്ടാമത്തെ മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം, ഒക്കെ കടം വീടി എന്നുള്ള അനുഭവമാണ്. മൂന്നാമത്തെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ സവിശേഷമായ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത അനുഭവം കൂടെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് പതിവാക്കാനുള്ള എത്ര വലിയ കടങ്ങളുള്ളവരുണ്ടെങ്കിലും ഇത് പതിവാക്കിക്കോ. കടം വീടാനുള്ള വലിയ വഴി അല്ലാഹു തുറന്നുതരും. അതേപോലെ തന്നെ ഹദീസിൽ കാണുന്ന മറ്റൊരു ദുആ ആണ്, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ വറബ്ബൽ അർശിൽ അളീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ മുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ ഫാലിഖൽ ഹബ്ബി വൻ നവാ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതി أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس فوقك شيء وأنت الباطن فليس دونك شيء اقضي عني الدين وأغنني من الفقر. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. കടം വീടാനുള്ള ദുആ ഡിസ്പ്ലേയിൽ കാണിച്ചില്ലല്ലേ? ഇതാണ് ദുആ. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ വറബ്ബൽ അർശിൽ അളീം റബ്ബനാ റബ്ബ കുല്ലി ഷൈഇ മുൻസിലത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ ഫാലിഖൽ ഹബ്ബി വൻ നവാ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതി അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഇ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഇ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈഇ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഇ ഇഖ്ളി അന്നി ദൈന വഅഗ്നിനി മിനൽ ഫഖർ. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. കടം വീടാൻ ഈ ദുആകളൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കടം വീടാനുള്ള നല്ല വഴി തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ
കടങ്ങൾ വീടാൻ ഇത്തരം വഴികളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ ഏതു കടങ്ങളും വീടും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. കടം വീടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് അത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഒരു മജ്ലിസിലിരുന്ന് സൂറത്തുൽ വാഖിയ 41 തവണ പാരായണം ചെയ്താൽ അവന്റെ ആവശ്യം നിറവേറും. പ്രത്യേകിച്ച് അവന്റെ കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങും. അതേപോലെ തന്നെ കടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ദിക്ർ കൂടെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നിങ്ങൾ ഈ നോമ്പിന് തന്നെ പതിവാക്കുക. അള്ളാഹു നമുക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ ഏതാണ് ദുആ എന്ന് വെച്ചാൽ ഡിസ്പ്ലേയിലൂടെ കാണിക്കാം. ജുമുഅ നിസ്കാര ശേഷം, ജുമുഅയ്ക്ക് ശേഷം, ആ സമയത്തിന് ശേഷം 70 തവണ അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദുആ അതങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും മറക്കാതെ 70 തവണ ഇത് ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ഏതു വലിയ കടങ്ങളും വീടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ഈ ദുആഇന് അത്രയും വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് മുഹമ്മദ് ഷത്തദ് ദമിയാത്തി സയ്യിദുൽ ബക്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇആനത്തു ത്വാലിബീനിന്റെ 2ാം വാള്യം 92ാമത്തെ പേജിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ദുആഇനെ എല്ലാ വെള്ളിയാഴ്ചയും അസ്റിന് മുമ്പ് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. കടം ഉണ്ടാവുകയില്ല, കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അങ്ങനെയുണ്ട്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക എന്ന് പറയും. അല്ലാഹു നിന്റെ ഔദാര്യം കൊണ്ട് നീയല്ലാത്തവരിൽ നിന്ന്, നിന്റെ ഹലാല് കൊണ്ട് നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ ഐശ്വര്യമാക്കണേ എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പതിവാക്കാവുന്ന ഒരുപാട് അമലുകൾ നമുക്ക് കാണാം. അള്ളാഹു നമുക്കതെല്ലാം പതിവാക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.